ഇന്നലെ രാത്രി 12:30 ഒരു വലിയ പുലി വന്ന് കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്ന CCTV ദൃശ്യമാണ് നമുക്ക്. ശബ്ദം കേട്ടിട്ടാണ് CCTV നോക്കിയത്? അല്ല, ഞങ്ങൾ രാവിലെ കോഴിയെ വിട്ടപ്പോഴാണ് ഈ കോഴി നഷ്ടപ്പെട്ടു എന്നറിഞ്ഞത്. പിന്നെ ഞങ്ങൾ രാത്രിയിലെ CCTV മൊത്തം തെരഞ്ഞു നോക്കി എന്താണിത് സംഭവിച്ചതെന്നറിയാൻ. കാരണം കൂടിൻ്റെ ഇരുമ്പ് വല പൊളിച്ചതായിട്ട് കണ്ടു. അപ്പോൾ ഇതെങ്ങനെ പൊളിഞ്ഞു എന്നറിയാൻ ഞങ്ങൾ CCTV പരതിയപ്പോഴാണ് വലിയൊരു പുലി കോഴിയെ പിടിച്ച് പോകുന്നത് കണ്ടത്. വളരെ കണ്ടാൽ നമുക്ക് പേടിച്ചു പോകുന്ന രീതിയിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ പേടിച്ചു പോകും. തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ മുമ്പ് പുലി ഇറങ്ങി? അതെ, തൊട്ടടുത്ത വീട്ടിലെ മോനേട്ടൻ്റെ വീട്ടിൽ നിന്നും അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ സോളമൻ്റെ വീട്ടിൽ നിന്നും ഈ അടുത്ത ഇടയ്ക്ക് ഒരു മാസത്തിനുള്ളിൽ പട്ടി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ CCTVയിൽ വന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. ആനയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല? ആന ഇറങ്ങിയിട്ടുണ്ട്. 2015 ആന ആദ്യമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ മതിലൊക്കെ ഞങ്ങൾ 2 മതിലും പൊളിച്ചു. അതിന് ശേഷം ഞങ്ങൾ അമ്മ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പം ഞങ്ങൾ പൂട്ടി പോയി വന്നപ്പോൾ 27 തെങ്ങ് ഞങ്ങൾ കളഞ്ഞു. അപ്പം ഞങ്ങളൊരു സാധനം ഫ്ലാഷ് ഫിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് ആന മറ്റുള്ളവിടെ ഇറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോൾ PT7 നല്ല വിഷയമായിരുന്നല്ലോ, ന്യൂസൊക്കെ ആയിരുന്നല്ലോ. അതിനെ പിടിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ആന 3 ഫാമിലി അടക്കം വന്നിട്ട് ഞങ്ങളുടെ കിണറിൻ്റെ ബാക്കിൽ വാഴയൊക്കെ കളഞ്ഞു. ആനയുടെ പേടിയിലായിരുന്നു കുറേ കാലം ധോണിക്കാർ. PT7 എല്ലാം വലിയ രീതിയിൽ ഇവിടെ ഭീതി പടർത്തിയിരുന്നു. അതിനുശേഷം PT7 പിടിച്ച് കൂട്ടിലാക്കി മെരുക്കി ഇപ്പോൾ കുങ്കിയാക്കി. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി പുലിയെ പേടിച്ചാണ് ധോണിക്കാർ ജീവിക്കുന്നത്. പുലിയെ മാത്രമല്ല, ചെന്നായി, പുലി, കടുവ, കരടി. ഇതാ 2 ദിവസം മുമ്പ് കരടി വന്നിരിക്കണം. ഒരു കൂട്ടം ചെന്നായി 2 ദിവസം മുമ്പ് നമ്മുടെ ട്യൂഷൻ കഴിഞ്ഞ് പോയ കുട്ടീനെ ആക്രമിക്കാൻ വേണ്ടി ഓടിച്ചു. പിന്നെ പന്നി, എല്ലാ വന്യമൃഗങ്ങളും അതിൻ്റെയൊക്കെ ശല്യമാണ് ഇപ്പോൾ നമ്മൾ ധോണിക്കാർക്കുള്ളത്. അല്ലെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അന്യനാട്ടിൽ അവിടെ നിന്നൊക്കെ പിടിക്കുന്ന പുലീനെയും കരടീനെയും പട്ടീനെയും പാമ്പിനെയും പെരിച്ചാഴിനെയും എല്ലാത്തിനെയും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ധോണിയിൽ കൊണ്ടുവിടുകയാണ്. ധോണിയാണ് ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം. അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ധോണിയാണെന്നാണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വിവരം അറിയിച്ചിട്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിക്കാൻ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. കൂടൊന്നും സ്ഥാപിച്ചിട്ട് കണ്ടിട്ടില്ല. അല്ല, കൂട് സ്ഥാപിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് ഇവിടുന്ന് ഇതിനെ പിടിച്ചിട്ട് പോയിട്ട് വേറൊരു നാട്ടിൽ കൊണ്ട് വിടാനല്ലേ ഇവർക്ക് ഈ കൂട് വയ്ക്കലത്. അല്ലാതെ കൂട് വെച്ചിട്ട് ഇതിനെ കൊല്ലല്ലോ. ഇതിനെ ഇത് പിടിച്ചുകൊണ്ടുവന്ന് വേറൊരു സാധുക്കൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കി വിടും. അവിടെ ആ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനെ പിടിച്ച് വീണ്ടും തോണി കൊണ്ടുവന്ന് വിടും. ഇതാണ് അവരുടെ ഈ കൂട് വയ്ക്കുന്നതൊക്കെ ഒരു പ്രഹസനമാണ്, അതൊരു നാടകം. അതൊന്നും അല്ല വേണ്ടത്. ശാശ്വതമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് സമാധാനപരമായിട്ട് ഇവിടെ 50-60 വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടത്. നമ്മൾക്ക് ഇനി അവരോട് ഫോറസ്റ്റുകാരോട് നമ്മൾ പ്രകോപനപരമായി സംസാരിച്ചു എന്നുള്ള രീതിയിലല്ല, നമ്മൾ അവരോട് യാചിക്കുകയാണ്. ഇവിടെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ആൾക്കാരില്ല ഇവിടെ. 100 വർഷത്തിന് മേലെ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഒരു സമാധാനപരമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം നമ്മൾ ഈ ഫോറസ്റ്റുകാരോടും ഈ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഈ സർക്കാരിനോട് തന്നെ നമ്മൾ യാചിക്കുക. പുലി വന്നു പോയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കാടൊക്കെ വെട്ടി വൃത്തിയാക്കുന്നത്? അല്ല, ഞാൻ എല്ലാ വർഷവും ജൂലൈയിലും നവംബറിലുമാണ് കാട് വെട്ടിക്കാറുള്ളത്. നവംബർ ലാസ്റ്റ് മഴ ആയതുകൊണ്ടാണ് ഇപ്പോൾ വെട്ടാൻ കുറച്ച് ദിവസം വൈകിയത്. പക്ഷേ ഇവിടെ ചുറ്റുവട്ടങ്ങളിൽ, പ്രത്യേകിച്ച് തൊട്ടടുത്ത് മേരിമാത ക്വാറി നടത്തുന്നവർ കാട് വർഷത്തിൽ ഒന്നുപോലും വെട്ടിക്കാറില്ല. ഈ ആനയൊക്കെ വരുന്ന സ്ഥലത്ത് ധാരാളം മുളങ്കൂട്ടങ്ങളുണ്ട്. ക്വാറിയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്യമൃഗങ്ങൾ വരുന്ന ക്വാറിയിൽ അവർ ഒരുപാട് പൊട്ടിച്ച് വളരെ ആഴത്തിൽ കടൽ പോലെ വെള്ളമുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരും. പിന്നെ കാട് വെട്ടിക്കാത്തത് കൊണ്ട് വന്യമൃഗങ്ങളുടെ വിചാരം അവരുടെ ആവാസ സ്ഥലമാണ് ഈ കാട് എന്നായിരിക്കും.